ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായൻ്റെ പരിപാടിയിലേക്കാണ്. മുട്ടയും 2 പഴവും വേവിക്കാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് നേരെ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഞാൻ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യട്ടെ. ഞാൻ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കൈ വാഷ് ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ്. ഇതിൽ വാഷ് ചെയ്താൽ നമ്മുടെ ഡ്രസ്സുകൾക്കൊന്നും ഒരു കേടുപാടും കൂടില്ല. എത്ര പഴകിയാലും പുത്തൻ പോലെ തന്നെ ഇരിക്കും. ഇത് വാഷിംഗ് മെഷീനും യൂസ് ചെയ്യാം. അങ്ങനെ തുണിയൊക്കെ വാഷ് ചെയ്തിട്ടു. മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റൂല. അപ്പം ഇതുപോലെയാണ് ഞാൻ തുണിയൊക്കെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം പോവാനിട്ടിട്ട് പിന്നെ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി ഇടും ഗൈസ്. എന്താ ചെയ്യാം, മഴക്കാലമായാൽ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുക. പിന്നെ മുട്ടയും പഴവും ഇവിടെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. പിന്നെ മത്തി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് മത്തി പൊരിച്ചതും കുമ്പളങ്ങ കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ വെച്ച അയിലക്കറിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോട്ടേന്നേ, അങ്ങനെയൊക്കെ മതി. ചോറിന് എന്താ വറവുണ്ടാക്കുക, എന്താ തോരൻ ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഒന്നുമില്ല. ഫ്രിഡ്ജിലെല്ലാം തപ്പി നോക്കുമ്പോൾ അപ്പം നേരെ അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ കണ്ണിൽപ്പെട്ടതാണ് അടിപൊളിയായിട്ടുള്ള വാഴക്കുല. അപ്പോൾ ഇതിൽ നിന്ന് പച്ചക്കായ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ദോശയും കറിയും മത്തി പൊരിച്ചതും എല്ലാം റെഡിയായി. ഇനി നമ്മുടെ കിച്ചൺ പ്ലാന്റിന് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം. അതായത് ഞാൻ വർക്കിംഗ് കിച്ചണിൽ വെച്ചതാണ് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ. അപ്പം 2 ആഴ്ച കൂടുമ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ എല്ലാം ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കാറ്. അത് അടിപൊളിയായിട്ടുണ്ട്. കൂടുതൽ വെള്ളമാകുമ്പം എന്താ പറയുക, ചീഞ്ഞു പോകും. അങ്ങനെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി സ്ഥലത്തെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരും കേട്ടോ. ഓക്കെ, ബൈ.